സഹോദരങ്ങളെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ഗുഡ്നസ് ടി വിയുടെ ബൈബിൾ പഠന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ഏതാനും ചില എപ്പിസോഡുകളിൽ പുതിയ നിയമത്തിലെ 4-ാം സുവിശേഷകനായ യോഹന്നാൻ്റെ 10-ാം അധ്യായത്തിൽ നല്ലിടയനായ യേശു കർത്താവിനെ അവതരിപ്പിക്കുന്ന വചനഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലിടയൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് 8 തരത്തിലുള്ള സ്വഭാവ പ്രത്യേകതകളെ വ്യാഖ്യാനിക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 പ്രത്യേകതകൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു. ഒന്നാമത്തേത്, വാതിലിലൂടെ പ്രവേശിക്കുന്നവനാണ് നല്ല ഇടയനെന്നും, രണ്ടാമത്തേത്, നല്ല ഇടയൻ ആടുകളെ പേരു ചൊല്ലി വിളിക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ 3 മുതലുള്ള നല്ല ഇടയൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല ഇടയൻ്റെ സ്വഭാവത്തിൻ്റെ 3-ാമത്തെ സവിശേഷത എന്ന് പറയുക, ആടുകളെ പുറത്തേക്ക് നയിക്കുന്നവനാണ് നല്ല ഇടയൻ എന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനമാണ് ഇപ്രകാരം ആടുകളെ പുറത്തേക്ക് നയിക്കുന്ന നല്ല ഇടയനെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗം. ബൈബിള് കരുതിയിട്ടുള്ളവർ ആ വചനം ഒന്ന് വായിച്ചു നോക്കുക. യോഹന്നാൻ 10:3. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേരു ചൊല്ലി വിളിക്കുകയും അവയെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. പുറത്തേക്ക് കൊണ്ടുപോകുന്നവനാണ് ആടുകളെ മേയ്ക്കുന്ന നല്ല ഇടയൻ. അത് കേവലം തൊഴുത്തിൽ മാത്രമായി അടച്ചിടുന്നവനല്ല എന്ന് ഈ വചനഭാഗം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തൻ്റെ ആടുകളെ പുറത്തുള്ള മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് നയിക്കുന്നവനാകണം നല്ല ഇടയൻ. കെട്ടിയിട്ട് വളർത്താൻ എളുപ്പമാണ് എന്ന് പറയാറുണ്ട്, ഇല്ലേ? പറഞ്ഞാൽ കേൾക്കാത്ത ചില പിള്ളേരെയൊക്കെ വീടിനകത്ത് അടച്ചിട്ട് വളർത്തണം എന്ന് പറയാറുണ്ട് ചിലപ്പോൾ. എന്നാൽ ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്ത് ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു മാതാപിതാവിനെ പോലെ ഏതൊരു നല്ല ഇടയനും ചെയ്യേണ്ടത് ആടുകളെ കേവലം തൊഴുത്തിനകത്ത് മാത്രമായി അടച്ചിടുക എന്നുള്ളതല്ല, മറിച്ച് പച്ച പിടിച്ച പുൽത്തകിടികളിലേക്ക് നയിക്കുന്നവനാകണം നല്ല ഇടയൻ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് നല്ല ഇടയൻ്റെ 3-ാമത്തെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയായി ഈ വചനഭാഗം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് നല്ല ഇടയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചറിയുക, ആടുകളുടെ നന്മയാണ് ഇടയൻ കാക്ഷിക്കുന്നത്, അല്ലേ? നന്മ ആഗ്രഹിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുക. ചിലപ്പോഴെങ്കിലുമൊക്കെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്താലും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്രകാരമുള്ള അനേകം സംഭവങ്ങൾ, ഓർമ്മകൾ, ഉദാഹരണങ്ങൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ പച്ച പിടിച്ച് നിൽക്കുന്നുണ്ടാകും. ചിലെങ്കിലുമൊക്കെ പറയാറുണ്ട്, അച്ഛാ ഞാൻ നല്ലത് ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്തേ, പക്ഷെ അതിങ്ങനെ ആകുമെന്ന് ഞാൻ കരുതിയില്ല. നന്മ ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞതാ, പക്ഷെ അവൾ അതങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. പരിദേവനങ്ങൾ ഉണ്ടാകാറുണ്ട് ചിലപ്പോഴെങ്കിലുമൊക്കെ. ആടുകളുടെ നന്മ ആഗ്രഹിക്കുന്നവനാകണം നല്ല ഇടയൻ. നല്ല ഇടയൻ എപ്പോഴും ആടുകളുടെ കൂടെ ആയിരിക്കണമെന്നും പറയാറുണ്ട്. ദ ഫിസിക്കൽ പ്രസൻസ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഏതൊരു കുടുംബത്തിലാവട്ടെ സമൂഹങ്ങളിലാവട്ടെ ദ ഫിസിക്കൽ പ്രസൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ചിലപ്പോഴെങ്കിലുമൊക്കെ അപ്പനോ അമ്മയോ ഒക്കെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് കാരണം സിംഗിൾ പാരൻറ്റിൻ്റെ കൂടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് സ്വഭാവ വൈകല്യങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നു എന്ന് കാണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു മനഃശാസ്ത്ര നിഗമനമുണ്ട്. മാതാപിതാക്കന്മാർ 2 പേരും കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ അവരോട് കൂടെയായിരിക്കുകയും കൃത്യമായ നർച്ചറിങ് സംഭവിക്കുകയും ചെയ്യണമെന്ന് പറയാറുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലുമൊക്കെ അത് സംഭവിക്കാതെ പോകുന്നുണ്ട് പല കാരണങ്ങളാൽ. അതുകൊണ്ട് തന്നെയും
മാതാപിതാക്കന്മാർ ആരെങ്കിലുമൊക്കെ ഡൈവേഴ്സായി പോകുന്നവർ, മാറി താമസിക്കുന്നവർ, ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരുന്നവർ തിരിച്ചറിയുക, കുഞ്ഞുങ്ങൾക്ക് ഒരപ്പൻ്റെയും അമ്മയുടെയും സ്നേഹവും വാത്സല്യവും കരുതലും കൊടുക്കാൻ വേണ്ടി ഒരുമിച്ച് ജീവിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടല്ലേ ചിലപ്പോഴെങ്കിലുമൊക്കെ ഡൈവോഴ്സ് പെറ്റീഷനൊക്കെ കൊടുത്ത് വിവാഹമോചനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, കൗൺസിലർമാർ പറയാറുണ്ട്, കൗൺസിലിങ്ങിന് വേണ്ടി വിടുമല്ലോ, കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് കഴിയാൻ പാടില്ലേ? നിൻ്റെ ഭാര്യയെ ഓർത്ത്, നിൻ്റെ ഭർത്താവിനെ ഓർത്ത് എന്നല്ല, ജീവിത പങ്കാളിയെ ഓർത്ത് ഒരുപക്ഷെ ഒരുമിച്ച് കഴിയാൻ ബുദ്ധിമുട്ടുണ്ട് നിനക്ക്. പക്ഷെ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും, നിൻ്റെ കൂടെ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ആ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി മാതാപിതാക്കന്മാർ ഒരുമിച്ച് കഴിയുക അത്യന്താപേക്ഷിതമാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരിക, മനുഷ്യ ജീവിതത്തിലും ഇത് ആപ്ലിക്കബിൾ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സങ്കീർത്തകൻ്റെ വാക്കുകളിൽ, കർത്താവായ ഇടയൻ ആടുകൾക്ക് പച്ചയായ പുൽത്തകടിയിൽ വിശ്രമമരുളുന്നവനും പ്രശാന്തമായ ജലാശയത്തെങ്കിലേക്ക് അവയെ നയിക്കുന്നവനുമാണ് എന്ന് സങ്കീർത്തനം 23-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന മനോഹരമായ വചനമുണ്ടല്ലോ. സങ്കീർത്തകൻ പറയുന്ന ഈ വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ എപ്പോഴും ഓർത്തിരിക്കേണ്ട മനോഹരമായ വാക്യമാണ്. 23-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനത്തിൽ എത്ര മനോഹരമായിട്ടാണ് നല്ല ഇടയനെ അവതരിപ്പിച്ചുകൊണ്ട് ഈ വചനം വായിക്കാൻ നമുക്ക്. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. പച്ചയായ പുൽത്തകിടിയിൽ വിശ്രമമൊരുക്കുന്നവൻ, പ്രശാന്തമായ ജലാശയത്തിങ്കിലേക്ക് നയിക്കുന്നവൻ, ഇപ്രകാരം ഒരു നല്ല ഇടയനാവുക എന്നുള്ളതാണ് എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്ന് തിരിച്ചറിയുമ്പോഴാണ് സഹോദരങ്ങളെ ഞാൻ ആടുകളെ പുറത്തേക്ക് നയിക്കുന്ന നല്ല ഇടയനായിത്തീരുന്നത്. ആടുകൾക്ക് ജീവൻ സമൃദ്ധമായി നൽകാനാണ് ഇടയനായ യേശു കർത്താവ് വന്നത് എന്ന് യോഹന്നാൻ 10-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനത്തിൽ പറയുന്ന വചനഭാഗം നമുക്കൊക്കെ ഏറെ സുപരിചിതമാണ് എന്ന് ഞാൻ കരുതുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന മനോഹരമായ വാക്യം നമുക്കൊക്കെ ഓർമ്മയുള്ളതാണല്ലോ. വചനം ഇങ്ങനെ പറയുന്നു, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഞാൻ വന്നിരിക്കുന്നത്, ഈശോ പറയാ ആധികാരികമായി, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ലൈഫ് ആൻഡ് ലൈഫ് ഇൻ അബണ്ടൻസ് എന്നാണ് പറയുക. സമൃദ്ധമായി ജീവൻ നൽകാൻ വേണ്ടി വന്നവനായ യേശു കർത്താവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം, ഒരു നല്ല ഇടയൻ്റെ ധർമ്മം എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയും നല്ല ഇടയൻ്റെ പരിപാലന ശുശ്രൂഷ ഏറ്റെടുക്കുന്ന അജപാലകരും അജഗണത്തെ പരിപോഷിപ്പിക്കുന്നവരാകണമെന്ന് ഈ വചനഭാഗം സന്ദർഭവശ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനോട് ചേർന്ന് പോകുന്നൊരു വചനം സംഖ്യയുടെ പുസ്തകത്തിലുണ്ട് കേട്ടോ. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് സംഖ്യയുടെ പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന വചനമാണത്. സംഖ്യ 27-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അവിടുത്തെ ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയി പോകാതെ എല്ലാ കാര്യങ്ങളിലും അവരെ നയിക്കാൻ സകല ജീവൻ്റെയും ദൈവമായ കർത്താവ് ഒരാളെ സമൂഹത്തിൻ്റെ മേൽ നിയമിക്കാൻ തിരുവുള്ളമാകട്ടെ. ജനത്തെ നയിക്കാൻ വേണ്ടിയിട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇടയന്മാരാകണമെന്നാണ് ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയും ഈ ലോകത്തിലുള്ള മറ്റുള്ളവരെ നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടയ ശുശ്രൂഷ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വചനഭാഗം നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇടയനായ ഈശോ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായ ജനങ്ങളെ കണ്ട് മനസ്സലിഞ്ഞ സന്ദർഭങ്ങളിലൊക്കെയും അവർക്ക് കൊടുത്തത് പ്രബോധനവും പ്രസംഗവും സൗഖ്യവുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണിത്. ഈശോ
ഇടയനില്ലാത്ത ആടുകളെ പോലെ അലയുന്ന ജനങ്ങളെ കണ്ട് മനസ്സലിഞ്ഞു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ അവരെ പ്രബോധിപ്പിക്കുകയും അവർക്ക് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന പ്രഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ നടത്തുകയും അവർക്ക് ആവശ്യമുള്ള രോഗസൗഖ്യങ്ങൾ നൽകുകയും ചെയ്യുന്ന കർത്താവിനെയാണ് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 34-ാം തിരുവചനത്തിലും മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 35-ാം തിരുവചനത്തിൽ നമ്മൾ കാണുക. ആദ്യം നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് നോക്കാം. മർക്കോസ് 6-ാം അധ്യായത്തിൻ്റെ 34-ാം തിരുവചനത്തിൽ സഹോദരങ്ങൾ ഇപ്രകാരം ഒരു വചനം നമ്മൾ വായിക്കുന്നുണ്ട്. 6-ാം അധ്യായം 34-ാം തിരുവചനം. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറിക്കപ്പെടുന്ന ജനങ്ങളെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നിയെന്നും മനസ്സലിവുണ്ടായി എന്നും അതിനാൽ അവൻ അവർക്ക് പ്രബോധനങ്ങൾ നൽകിയെന്നുമാണ് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 34-ാം തിരുവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. അതുപോലെ തന്നെയാണ് മത്തായിയുടെ സുവിശേഷത്തിലും 9-ാം അധ്യായത്തിൻ്റെ 35-36 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായി 9-ാം അധ്യായം 35-36 വാക്യങ്ങൾ. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. ഈശോയ്ക്ക് മനസ്സലിവുണ്ടായി എന്ന് മാത്രമല്ല, അവരെ പഠിപ്പിക്കുകയും അവരോട് പ്രസംഗിക്കുകയും അവർക്ക് സൗഖ്യം നൽകുകയും ചെയ്തു എന്നുള്ളതാണ് യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായി നാം ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ, പുരോഹിതൻ ജനങ്ങൾക്ക് വചനവും കൂദാശകളും മറ്റ് സൗഖ്യ ശുശ്രൂഷകളും നൽകി തങ്ങളുടെ അജപാലന ശുശ്രൂഷ നിർവഹിക്കുന്നവരാകണമെന്ന് ഈ തിരുവചന ഭാഗങ്ങളുടെ ചുവട് പിടിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേവലം ഇടയധർമ്മം നിർവഹിക്കുകയെന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുകയെന്ന് മാത്രമല്ല അർത്ഥം, കൂദാശകൾ നിർവഹിക്കുകയെന്നത് മാത്രമല്ല അർത്ഥം, സൗഖ്യം കൊടുക്കുകയെന്നത് മാത്രമല്ല അർത്ഥം. ഇറ്റ്സ് എ ഹോൾ ഫേസറ്റഡ്, മനുഷ്യൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന സമഗ്രമായ അനുഗ്രഹമായി മാറുക എന്നുള്ളതാണ് ഇടയധർമ്മമെന്ന് ഈ വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതാണ് അജപാലന ധർമ്മം എന്ന് പറയുക. അജഗണത്തെ പാലിക്കുന്നവനാണ് അജപാലകൻ. തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങളെ, വിശ്വാസ സമൂഹത്തെ എപ്രകാരമാണ് പരിപാലിക്കേണ്ടത് എന്ന് ഓരോ ഇടയനും അറിഞ്ഞിരിക്കണം. അപ്പോൾ മാത്രമേ നീ അജപാലകനാകുന്നുള്ളൂ, നീ നല്ല ഇടയനാകുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. പുരോഹിത ശുശ്രൂഷയുടെ ത്രിവിധ മാനങ്ങളാണ് ഈശോയുടെ ജീവിതത്തിൽ സൂചിപ്പിക്കപ്പെടുന്നത് എന്ന് ഇത്തരുണത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായി സാധിക്കും ഈശോയുടെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ത്രിവിധ മാനങ്ങൾ അഥവാ 3 തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ. 1 വചന ശുശ്രൂഷ, 2 കൂദാശ ശുശ്രൂഷ, 3 സൗഖ്യദായക ശുശ്രൂഷ. ഈ 3 കാര്യങ്ങളിലൂടെയാണ് കർത്താവ് തന്നെ നമുക്കായി വെളിപ്പെടുത്തി തരുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് അവൻ്റെ ഇടയധർമ്മം ഞാനും നിങ്ങളുമൊക്കെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ അജപാലന ധർമ്മത്തിലൂടെ എപ്രകാരമാണ് നല്ല ഇടയന്മാരാകേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തൽ സഹോദരങ്ങളെ ഈ 3 തരത്തിലുള്ള കർത്താവിൻ്റെ ശുശ്രൂഷയുടെ വ്യത്യാസങ്ങൾ, വ്യതിരക്തതകൾ, പ്രത്യേകതകളായി നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിൽ വചന ശുശ്രൂഷയുണ്ട്, കൂദാശ ശുശ്രൂഷയുണ്ട്, സൗഖ്യ ശുശ്രൂഷയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഏതെങ്കിലും ഒന്ന് മാത്രം പോരാ കേട്ടോ. ഇതാണ് ചിലപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ശുശ്രൂഷ മാത്രം ചെയ്യുന്നവരാകാതെ ഈ 3 തരത്തിലുള്ള ത്രിവിധ ശുശ്രൂഷകൾ യേശു കർത്താവിൽ നിന്നും സ്വീകരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രദാനം ചെയ്യുമ്പോഴാണ് അജപാലന ശുശ്രൂഷ പൂർത്തിയാകുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മുടെ കൂദാശ പരികർമ്മങ്ങളിലും
അജപാലന ശുശ്രൂഷകളിലും ഒരു പുരോഹിതൻ ചെയ്യേണ്ടത് വചനം കൊടുക്കുക എന്നുള്ളതാണ്. ആത്യന്തികമായി മറ്റുള്ളവർക്ക് അജഗണത്തിന് വചനം പങ്കുവെച്ചു കൊടുക്കുന്നവനാകണം ഇടയൻ. വചനം പറഞ്ഞു കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. നമ്മുടെ ഇടയധർമ്മത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയും അതാണ്, വചന ശുശ്രൂഷകരാകുക. വചനം പഠിപ്പിക്കണമെങ്കിൽ വചനം പഠിക്കണം. അറിയുന്നതേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മറ്റുള്ളവർക്ക് വേണ്ടി വചനം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉത്തരവാദിത്വമായി ഞാനും നിങ്ങളൊക്കെ ഏറ്റെടുക്കണം. എന്നോട് എൻ്റെ സഭാധികാരികൾ ഹയർ സ്റ്റഡീസിന് വേണ്ടി പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത, കാനൻ ലോയിൽ ഡോക്ടറേറ്റ് എടുക്കണം, അതിനുശേഷം പറ്റുമെങ്കിൽ LLB പഠിക്കണം. എൻ്റെ ഒരു ഫാൻറ്റസി, മനസ്സുണ്ടെന്ന ആഗ്രഹമെന്ന് പറയുന്നത് നിയമം പഠിക്കണമെന്നും അത് പഠിപ്പിക്കണമെന്നും ഉള്ളതായിരുന്നു. ഒരുപക്ഷെ എൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷത കൊണ്ടൊക്കെ ആകാം നിയമം പഠിപ്പിക്കുക അല്ലെങ്കിൽ പഠിക്കുക, അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് എൻ്റെ ഒരു രീതിയായിരുന്നു. എന്നാൽ എന്നോട് പഠിക്കാൻ പോകാൻ, ഹയർ സ്റ്റഡീസിന് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ കൂടെയുള്ള ചില വൈദിക സഹോദരങ്ങൾ, എന്നെക്കാൾ പ്രായമുള്ള സീനിയേഴ്സായ ഏതാനും ചില അച്ഛന്മാർ എനിക്കൊരു ഉപദേശം തന്നു. അച്ഛൻ ഇപ്പം തന്നെ ധ്യാന ശുശ്രൂഷകളൊക്കെ ഭംഗിയായി ചെയ്യുന്നുണ്ടല്ലോ, അതിലല്പം കൂടി ആധികാരികത കിട്ടാൻ വേണ്ടിയിട്ട് അച്ഛൻ ബൈബിള് പഠിക്കുന്നത് നന്നായിരിക്കും. അച്ഛൻ ആധികാരികമായി ബൈബിള് പഠിക്കുകയാണെങ്കിൽ അച്ഛൻ്റെ വചന ശുശ്രൂഷ, ധ്യാന ശുശ്രൂഷകൾ അല്പം കൂടെ ഫലവത്താകും എന്ന് എൻ്റെ സീനിയേഴ്സായ സഹോദര വൈദികർ എന്നെ ഉപദേശിച്ചത് ഞാൻ ഓർക്കുക. അവർ പറഞ്ഞപ്പോൾ എനിക്കും തോന്നി അത് ശരിയാണല്ലോ. ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി വിൻസെൻഷൻ സഭയുടെ ധ്യാന കേന്ദ്രങ്ങളിലൂടെ വചനപ്രഘോഷണത്തിന് വേണ്ടി ഒത്തിരിയേറെ കഴിഞ്ഞ 10-20 വർഷങ്ങളായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ആധികാരികമായി ഞാൻ പഠിപ്പിക്കുന്ന ഈ വചനം പറഞ്ഞു കൊടുക്കാൻ സയൻറ്റിഫിക്കായി അത് പഠിക്കുന്നത് നന്നായിരിക്കുമെന്നുള്ള അവരുടെ ഉപദേശത്തെ ഞാൻ ഏറ്റെടുത്തു. ആദ്യകാലങ്ങളിലൊക്കെ ഈ പഠനം എനിക്ക് അല്പം ബുദ്ധിമുട്ടായിരുന്നു. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം മറ്റൊന്നാണ്. എന്നാൽ ഇതിനു വേണ്ടി എന്നെ തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്ട്രഗിൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പഠിച്ചു പോകെ ഞാൻ മനസ്സിലാക്കി, ഓരോ വചനത്തിൻ്റെയും ആഴങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് തുറന്നു തരുന്നത് എന്ന് പറയുക ഒരു വലിയ ലോകമാണ്. അതുകൊണ്ട് തന്നെയും വിശുദ്ധ ബൈബിൾ എഴുതിയ, പഴയ നിയമം എഴുതപ്പെട്ട ഹെബ്രായ ഭാഷയായാലും പുതിയ നിയമം എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയായാലും ഈ ഭാഷകളൊക്കെ സ്വായത്തമാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും, ബൈബിളിൻ്റെ സയൻറ്റിഫിക്കായ പഠനങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും, വായനകൾ തുടർന്നപ്പോഴും ഒക്കെ എനിക്ക് കിട്ടിയ ഉപദേശം നന്നായി എന്ന് ഞാൻ കരുതി. അത് സത്യവുമാണ്. എനിക്കിന്നും പറയാൻ പറ്റും അഭിമാനത്തോടുകൂടെ. അതുകൊണ്ട് തന്നെ ബൈബിളിൽ എൻ്റെ പഠനം ഞാൻ PhD വരെ പൂർത്തിയാക്കിയപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ അല്പം കൂടെ ആഴത്തിൽ ആധികാരികമായി പഠിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു കോൺഫിഡൻസ് ദൈവം എനിക്ക് തന്നു. അതുവരെയും ഉണ്ടായിരുന്ന വചനപ്രഘോഷണം പോലെ അല്ല, മറിച്ച് അല്പം കൂടെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ശാസ്ത്രീയമായി വിശകലനം ചെയ്തുകൊണ്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻസ്, ഇത് പ്രധാനപ്പെട്ടതാണെന്നാണ് ഞാൻ കരുതുന്നത്. എന്നോർത്തുകൊണ്ട് എല്ലാവരും ബൈബിളിൽ ഡോക്ടറേറ്റ് എടുക്കണമെന്നൊന്നും അല്ല കേട്ടോ ഞാൻ ആവശ്യപ്പെടുന്നത്. ഇപ്രകാരമുള്ള വചന ശുശ്രൂഷകൾ സ്വീകരിച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും മനസ്സിലാക്കുകയും അത് ഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവരാകുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം. ഞാൻ പഠിച്ച വചനം ഞാൻ ജീവിക്കുന്നില്ല എങ്കിൽ എൻ്റെ പഠിപ്പൊക്കെ വെറുതെ അല്ലേ? 7 വർഷക്കാലം ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്, ലൈസൻഷ്യേറ്റും ഡോക്ടറേറ്റും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, ബൈബിൾ എഴുതപ്പെട്ട ഭാഷകൾ പഠിക്കാൻ വേണ്ടിയിട്ട്, ബൈബിൾ പശ്ചാത്തലം പഠിക്കാൻ വേണ്ടി, അതിനു വേണ്ടിയിട്ടുള്ള ഡിസർട്ടേഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഈ ദീർഘമായ പഠനങ്ങളൊക്കെ വേസ്റ്റായി പോകും ഞാനത് ജീവിക്കാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ, ലഭിച്ച അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ. വചന ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ട ഇടയധർമ്മമാണ് എന്ന് തിരിച്ചറിയുകയാണ്. രണ്ടാമത്തേത് കൂദാശ ശുശ്രൂഷയാണ്.
ദൈവജനത്തിനു വേണ്ടി, വിശ്വാസ സമൂഹത്തിനു വേണ്ടി കൂദാശകൾ പരികർമ്മം ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഇടയധർമ്മത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയായി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാമോദീസ മുതൽ രോഗിലേപനം വരെയുള്ള കത്തോലിക്ക തിരുസഭ നിഷ്കർഷിക്കുന്ന 7 കൂദാശകൾ പരികർമ്മം ചെയ്ത് ദൈവജനത്തിനു വേണ്ടിയിട്ട് കാണപ്പെടാത്ത വരപ്രസാദത്തെ കാണപ്പെടുന്ന അടയാളങ്ങളിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി അനുഭവവേദ്യമാക്കുന്ന ശുശ്രൂഷയാണ് കൂദാശകൾ എന്ന് പറയുക. ഈ കൂദാശകളെ പരികർമ്മം ചെയ്യാനുള്ള അധികാരം പൗരോഹിത്യ ശുശ്രൂഷ വഴിയായി സ്വീകരിച്ച വ്യക്തിയാണല്ലോ ഓരോ പുരോഹിതനും. ഇത് കൃത്യമായി വ്യക്തതയോടുകൂടെ സത്യസന്ധമായി ചെയ്യുമ്പോഴാണ് നമ്മൾ പൗരോഹിത്യ ശുശ്രൂഷയിൽ അജപാലന ധർമ്മം നിർവഹിക്കുന്ന നല്ല ഇടയന്മാരായി തീരുന്നത് എന്ന് ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തേത് സൗഖ്യ ശുശ്രൂഷയാണ്. സഹോദരങ്ങളെ, നമ്മുടെ അടുക്കൽ വരുന്ന രോഗികളായ, ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സൗഖ്യം നൽകുക എന്നുള്ളതും ദൈവീകമായ കൃപാവരമാണ് എന്ന് തിരിച്ചറിയുക. പോട്ടയിൽ ധ്യാനം കൂടാൻ പോയി, മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ വേണ്ടി പോയി, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം സൗഖ്യപ്പെടുത്തി എന്ന് അനേകം പേര് സാക്ഷ്യം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഇപ്രകാരമുള്ള അത്ഭുതകരമായ രോഗശാന്തികൾ കണ്ടിട്ടുണ്ട്. പോട്ട ആശ്രമത്തിലും മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലൊക്കെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അനേകം ഇടങ്ങളിൽ ബൈബിൾ കൺവെൻഷനുകൾക്ക് പോയി ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ചപ്പോഴും ഒക്കെ കൺമുമ്പിൽ വലിയ അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊരു മിഥ്യയല്ല, കൺകെട്ടല്ല, ഇതൊരു മാജിക് അല്ല, വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ല എന്ന് നല്ല ബോധ്യത്തോടുകൂടെ ഞാൻ പറയുക. കാരണം ഇത് കേവലം മാനുഷികമായ ഒരു ശുശ്രൂഷയല്ല, ദൈവത്തിൻ്റെ ഇടപെടലാണ്. ദൈവികമായ ഇടപെടലിലൂടെയാണ് വചനം പറഞ്ഞു കൊടുക്കുമ്പോൾ, വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ, കുമ്പസാരം കഴിയുമ്പോൾ, കൗൺസിലിംഗ് കഴിയുമ്പോൾ, ആരാധനയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ, ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം ലഭിക്കുന്നു മനുഷ്യർക്ക്. ഇതൊരു യാഥാർത്ഥ്യമായത്. ദൈവം സൗഖ്യം നൽകുന്നവനാണ്. കർത്താവ് നൽകുന്ന ഈ സൗഖ്യത്തിൻ്റെ ചാലക ശക്തികളാകുക എന്നുള്ളതാണ് ഇടയധർമ്മം. ഇപ്രകാരം വചനം കൊടുക്കുന്നവനും കൂദാശകൾ പരികർമ്മം ചെയ്യുന്നവനും സൗഖ്യം നൽകുന്നവനുമായി ഒരു ഇടയൻ മാറുമ്പോഴാണ് അവൻ നല്ല ഇടയനാകുന്നത് എന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ 3 ഇടയ ദൗത്യങ്ങളുടെ സവിശേഷതകളാണ് തിരിച്ചറിഞ്ഞത്. ഒന്നാമതായി, നല്ല ഇടയൻ എന്ന് പറഞ്ഞാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവനാണ്. രണ്ടാമതായി, ഇടയൻ ആടുകളെ പേരുചൊല്ലി വിളിക്കുന്നവനാണ്. മൂന്നാമതായി, ഇടയൻ ആടുകളെ പുറത്തേക്ക് നയിക്കുന്നവനാണ്. നമ്മൾ 4ാമത്തെ സ്വഭാവ സവിശേഷത മനസ്സിലാക്കുകയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും, ആടുകൾക്ക് മുമ്പേ നടക്കുന്നവനാണ് ഇടയൻ. ആടുകളുടെ മുമ്പേ നടക്കുന്നവൻ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 10-ാം അധ്യായം 4-ാം തിരുവചനം, തനിക്കുള്ളവയെയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുൻപേ നടക്കുന്നു. അവൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. ഇടയൻ ആടുകൾക്ക് മുൻപേ നടക്കുന്നവനാണ് പുരോഹിതൻ. മുൻപേ നടക്കുന്നവൻ എന്ന അർത്ഥം. മുൻപിൽ നടന്നുകൊണ്ട് നയിക്കുന്നവനാകണം ഒരു ഇടയൻ എന്ന് പറയുക. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ, ഒരേ ആലയിൽ പല ഇടയന്മാരുടെ ആടുകളെ രാത്രിയിൽ ഒരുമിച്ച് സൂക്ഷിക്കുന്ന പതിവ് പാലസ്തീനായിൽ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. പല ഇടയന്മാരും മേയ്ക്കുന്ന ആടുകളെ ഒരു ആലയ്ക്കകത്ത്, ഒരു തൊഴുത്തിനകത്ത് തന്നെ ഒരുമിച്ച് സംരക്ഷിക്കാറുള്ള പതിവ്. പ്രഭാതമായി കഴിയുമ്പോൾ ഇടയന്മാർ ഓരോരുത്തരും അവരവർ താമസിക്കുന്ന വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നും ഈ തൊഴുത്തിനടുക്കൽ, ആലയുടെ അടുക്കൽ വന്ന് ഒരു സ്വരം പുറപ്പെടുവിക്കുകയും ആടുകൾ സ്വന്തം ഇടയൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് തങ്ങളുടെ ഇടയൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുന്ന പശ്ചാത്തലവും പതിവുമായിരിക്കണം ഇപ്രകാരം ഒരു വചനം എഴുതപ്പെടാനുള്ള കാരണമെന്ന് ഞാൻ കരുതുക. കാരണം എന്താണെന്നറിയാവോ? ആടുകൾ ഇടയൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് അവൻ്റെ പുറകെ പോകുന്നവരാകുമ്പോൾ എപ്രകാരമാണോ
ഇടയനായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആ ധർമ്മം പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത്. ആടുകളെ വിളിച്ച്, ആടുകൾ സ്വരം തിരിച്ചറിഞ്ഞ് അവയ്ക്ക് മുൻപേ നടക്കുക. സഭയിലെ അജപാലന നേതൃശുശ്രൂഷ എങ്ങനെ ആയിരിക്കണമെന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അജപാലന നേതൃശുശ്രൂഷ എന്ന് പറയുക ആടുകൾ സ്വരം തിരിച്ചറിയുന്ന ഇടയന്മാരാകുക എന്നുള്ളതാണ്. ആടുകൾക്ക് മുൻപേ നടന്ന് അവർക്ക് ആവശ്യമായതെല്ലാം നൽകുന്ന നല്ല ഇടയനാണ് യേശു കർത്താവ് എന്ന് തിരിച്ചറിയുമ്പോൾ ജനങ്ങളുടെ ആത്മീയ വിശപ്പ് മാത്രമല്ല, ഭൗതിക വിശപ്പും ശമിപ്പിക്കുന്ന ഈശോയെയാണ് സുവിശേഷങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ഇപ്രകാരം എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാണ് ഈശോ ശിഷ്യന്മാരെ വിളിച്ചത്, അല്ലേ? മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 20 വരെയുള്ള വചനഭാഗങ്ങളിൽ എത്ര വ്യക്തമായി പറയുന്നുണ്ട് എന്നെ അനുഗമിക്കുക എന്ന് ഈശോ പറയുക. ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ തന്നിൽ നിന്ന് പഠിക്കാനും അവിടുന്ന് ആഹ്വാനം ചെയ്യുന്നതായി മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 29-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ വചനഭാഗങ്ങളൊക്കെയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അജപാലകരായ വൈദികരും നല്ല മാതൃക നൽകി ജനങ്ങളെ നയിക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ് എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ്. സഹോദരങ്ങളെ, മുഖ്യ ഇടയനായ പത്രോസ്ലീഹ സഭയിലെ അജപാലകരായ ശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുമ്പോൾ അജഗണങ്ങളെ പരിപാലിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അജഗണത്തിൻ്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്, സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം ഇടയൻ ആടുകളെ മേയ്ക്കേണ്ടത്. ആടുകളുടെ മേൽ ആധിപത്യം പുലർത്തുന്ന ഇടയന്മാരാകാനല്ല, മറിച്ച് ആടുകൾക്ക് സന്മാതൃക നൽകുന്ന ഇടയന്മാരാണ് നല്ല ഇടയൻ എന്ന് പത്രോസ്ലീഹ ആദ്യത്തെ അജപാലകനായി യേശു കർത്താവ് നിയമിച്ച നമ്മുടെ മാർപ്പാപ്പയായിരുന്ന പത്രോസ്ലീഹയുടെ വാക്കുകളാണിത്. സഹോദരങ്ങളെ, ശിരസ വഹിക്കാം, ഏറ്റെടുക്കാൻ പത്രോസ്ലീഹായെ പോലെ ആധിപത്യം പുലർത്താതെ നല്ല മാതൃക നൽകുന്ന ഇടയന്മാരാകാൻ ഈശോയുടെ നല്ലിടയൻ്റെ മാതൃക പിൻപറ്റാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.